ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. നിറഞ്ഞ സഹോദരന്മാരെ, അല്ലാഹു തആല നമ്മളെ കൂടിയതെല്ലാം സ്വലീഹ് അമലാക്കി സ്വീകരിക്കട്ടെ, അവൻ്റെ പൊരുത്തത്തിലാക്കി തീർക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട ചില സുന്നത്തായ കാര്യങ്ങൾ, പ്രത്യേകിച്ച് നിസ്കാരവുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം എന്തിനാണ് നമ്മൾ സുന്നത്ത് നിസ്കരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന് 3 മറുപടികളാണ് നമുക്ക് കണ്ടെത്താൻ കഴിയുക. പ്രധാനമായി നമുക്കറിയുന്ന വിഷയമാണ് എന്തിനാണ് നമ്മൾ സുന്നത്ത് നിസ്കരിക്കുന്നത്. ഒന്നാമത്തെ കാരണം എന്താണ് അറിയോ? ഫർദിൻ്റെ ന്യൂനതകൾ പരിഹരിക്കാൻ. അതിലാണ് നമ്മൾ സുന്നത്തിൻ്റെ ഒരു പ്രധാന ഉപയോഗം. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ സുന്നത്ത് നിസ്കാരം നമുക്ക് ഏതാവും? ഫർദാവും. കാരണം ന്യൂനതകളെ നമ്മളെ നിസ്കാരത്തിൽ ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ നമുക്കറിയാമല്ലോ, പിന്നെ നമ്മുടെ നിസ്കാരങ്ങളും സ്വലീഹ് നിസ്കാരങ്ങളും തമ്മിൽ എന്തുണ്ട്? ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. നമ്മളെപ്പോഴും പറയാറുണ്ട്, ചില മഹാന്മാരുടെ മഹാനായ ഇമാം റാസി ഇമാം ചില മഹാന്മാരുടെ നിസ്കാരത്തെക്കുറിച്ച് വ്യാഖ്യാനിച്ച് കാണാം, തഫ്സീറിൽ കൊടുത്ത് കാണാൻ കഴിയും. മഹാന അബൂ ഹനീഫയെ കുറിച്ച് കാണാം. അബൂ ഹനീഫ ഇമാം നിസ്കരിക്കുന്ന സമയത്ത് പള്ളിയിൽ, അന്നത്തെ കാലത്ത് പറഞ്ഞാൽ പള്ളിക്ക് മണലൊക്കെ ഉള്ള ഒരു ഏരിയ, പള്ളിയിലൊക്കെ മണലുണ്ടാവും. അപ്പോൾ പൂവിൻ്റെ അടിയിൽ കൂടെയൊക്കെ എന്തുണ്ടാവും, ചിലപ്പോൾ ഏജന്തുക്കളൊക്കെ എന്ത് ചെയ്യും, പള്ളിയിലേക്ക് പ്രവേശിക്കും. പ്രത്യേകിച്ച് മരുഭൂമി പ്രദേശങ്ങളൊക്കെ ആണല്ലോ. അപ്പോൾ പള്ളിയിൽ ഇതേപോലെ ഒരു പാമ്പ് കയറിയ സമയത്ത് മഹാന അബൂ ഹനീഫ പിന്നെ അല്ലാത്ത ആളുകളൊക്കെ അതറിയുകയും മഹാന അബൂ ഹനീഫ ഇമാം എന്ത് ചെയ്തിട്ടില്ല, അങ്ങനെ സംഭവമേ എന്ത് ചെയ്തിട്ടില്ല, അറിഞ്ഞിട്ടില്ലായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. അവരുടെ ഒരു നിസ്കാരത്തിൻ്റെ ശ്രദ്ധയെക്കുറിച്ച് പറയാനുള്ളത് വിശദീകരിച്ച പ്രമുഖനായ സഹാബിയാണ് ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. സുബൈർ റളിയല്ലാഹുവിൻ്റെ പിതാവ്, അവരുടെ പിതാവ് സുബൈർ റളിയല്ലാഹു നമുക്കറിയാം, സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിച്ച പ്രമുഖരായ 10 എണ്ണിപ്പറഞ്ഞ സഹാബികൾപ്പെട്ടയാളാണ്. അവരുടെ മകനാണ് ഉർവത്ത് ഇബ്നു സുബൈർ. ഈ ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു പള്ളിയിൽ നിസ്കരിക്കുന്ന സമയത്ത് അവരുടെ കാലിൽ പാമ്പ് കടിച്ചത് കൂടെയുള്ള അനിയനും വന്ന് നിസ്കരിക്കുന്നതിനിടയിൽ കാലിൽ ഏത് കഴിച്ചു? പാമ്പ് കടിച്ചു. സർപ്പം കടിച്ചപ്പോൾ ആളുകളൊക്കെ ഇത് കാണുന്നുണ്ട്. അപ്പോൾ തന്നെ അന്നത്തെ അറിയുന്ന ട്രീറ്റുകളൊക്കെ അവരപ്പം തന്നെ ചെയ്തു എന്നാണ്. ആ ഭാഗം എന്ത് ചെയ്തു? അറബികളത്തെ കയ്യിൽ എപ്പോഴും എന്തുണ്ടാവും? കത്തി ഉണ്ടാവും. അതെടുത്തിട്ട് ആ ഭാഗം ക്ലീനാക്കി, പിന്നെ വെള്ളമൊക്കെ അടിച്ച്, പിന്നെ കഴുകി ഒക്കെ ചെയ്ത് ഡ്രസ്സൊക്കെ ചെയ്യുന്ന രൂപത്തിലൊക്കെ ചെയ്തിട്ട് നിസ്കാരം കഴിഞ്ഞിട്ടും ആരും അറിഞ്ഞിട്ടില്ലായിരുന്നു. മാന ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു അത് അറിഞ്ഞിട്ടില്ലായിരുന്നു എന്നാണ് മാന ഇമാം റാസി അവരുടെ തഫ്സീറിൽ പറഞ്ഞത്. അതിനൊക്കെ മനുഷ്യന് ഒരു തരം ലഹരിയാണ്. അതിൽ ലയിച്ചാൽ മറ്റുള്ളത് ചിലപ്പോൾ മനുഷ്യരെ അറിയില്ല. ആ ലഹരി നമുക്ക് ഇവിടെ ഇല്ലായില്ല. ഇപ്പം ചില ആളുകൾ നോക്കി മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എത്ര വിളിച്ചാലും എന്ത് ചെയ്യില്ല, കേൾക്കൂലല്ലോ. എന്താ കാരണം? അല്ല ലഹരി എവിടെയാണ് കയറേണ്ടത് എന്നുള്ളടത്തെ പ്രശ്നമുള്ളൂ. അല്ല, കുട്ടികളൊക്കെ എത്ര, നമ്മൾ കുട്ടികൾ പറയല്ലേ, എത്ര എന്നെ വിളിക്കൽ തുടങ്ങിയിട്ട്. ഇനി കുട്ടികളോട് എന്തെങ്കിലും ആ ഫാനാണ്ട് ഓഫായിക്കാന്ന് പറഞ്ഞാൽ കുട്ടികൾ എന്ത് ചെയ്യിക്കാനോ അവിടെ പോയിട്ട് വന്ന് എന്തേ പറഞ്ഞു ചോദിക്കും. പറഞ്ഞതൊന്നും എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, കയറിയിട്ടുണ്ടാവില്ല. ഇതൊക്കെ നമ്മൾ ലൈവായിട്ട് കാണുന്ന സംഭവങ്ങളാണ്. ചില ആൾക്കാർ മൊബൈലൊക്കെ എടുത്തു വെച്ചാലും കൂടി എന്ത് ചെയ്യില്ല, അറിയില്ല. അപ്പോൾ അതൊരു ലഹരിയാണ്. അപ്പോൾ മനുഷ്യന് ആത്മീയ ലഹരിയാണിത്. മഹാനായ റാസി റളിയല്ലാഹു അൻഹു അതിനെ വിശദീകരണം എന്താണ്? സൂറത്ത് യൂസുഫിലെ സംഭവം പറയുന്നുണ്ട്. സുലൈഖ ബീവിയെ സമൂഹം, ആ നാട്ടിലെ സ്ത്രീകൾ ആക്ഷേപിച്ച സമയത്ത് സുലൈഖ ബീവി എന്ത് ചെയ്തു? ഒരു പരിഹാരം, അതിന് തൻ്റെ നിസ്സഹായത മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് സ്ത്രീകളെ വിളിച്ച് കയ്യിൽ ആപ്പിൾ കൊടുത്ത് യൂസുഫ് അലൈഹി ഇസ്ലാമിന് എന്ത് ചെയ്തു? അതിലൂടെ നടത്തിയപ്പോൾ പരിശുദ്ധ ഖുർആൻ എന്താ പറഞ്ഞു? ഫഖത്താഉന്ന
ഐതിഹ്യം. എല്ലാവരും ആപ്പിളല്ല ചെത്തി ചെയ്തതാ, കൈയാണ് ചെത്തി ചെയ്തത്. കൈ ചെത്തിയപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലായത് മുറിഞ്ഞിക്കണത്. ഇത് ശരിക്കും ലൈവ് വളരെ വ്യക്തമായിട്ട് ലാഹിറായിട്ട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, നസ്സായി പറഞ്ഞതല്ല, കഥ പറയല്ലല്ലോ. അപ്പം എന്താ, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒന്നിൽ മുഴുകിയാൽ മറ്റൊന്നിൽ ശ്രദ്ധിക്കാതിരിക്കാനുള്ള കഴിവുണ്ട്. അപ്പം മുഴുകേണ്ട രൂപത്തിൽ മുഴുകാത്തത് കൊണ്ടാണ് നമുക്ക് നിസ്കാരത്തിൽ എന്ത് ചെയ്യുന്നത്, പല ശ്രദ്ധകളും വന്ന് പോകുന്നത്. മഹാനായ പിന്നെ സുഹ്റവദി ഇമാം അവരുടെ അവാരിഫുൽ മആരിഫിൽ സംഭവം പറയുന്നുണ്ട്. ബസ്രയിലെ ഒരു പ്രമുഖനായ ഒരു സൂഫിയുടെ കഥ പറയുന്നുണ്ട്. അദ്ദേഹം വലിയ ആബിദായിരുന്നു. ബസ്ര അന്ന് അത്യാവശ്യം ജനനിബിഡമായ ഒരു പ്രദേശമാണ്. അപ്പോൾ അവിടെ വന്ന് അദ്ദേഹം ബസ്രയിലെ പള്ളിയിലെ ഒരു സൈഡിൽ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബസ്രയുടെ ആ പള്ളിയുടെ വേറൊരു ഭാഗത്തെ മെയിൻ തൂണ് ഒരു സൈഡത്തത് പൊളിഞ്ഞ് തകർന്ന് വീണപ്പോൾ അതിൻ്റെ സൗണ്ട് അങ്ങാടി ആകെ കേട്ടിട്ട് ആളുകൾ ഓടിക്കൂടി വന്നു. അങ്ങനെ പള്ളിയിൽ വന്നപ്പോൾ ഒരു ഭാഗത്ത് ഈ സാധുവായ മനുഷ്യൻ നിസ്കാരം കഴിഞ്ഞപ്പോൾ ആളുകൾ ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ബുദ്ധിമുട്ടായി ചോദിച്ചപ്പോൾ അദ്ദേഹം ആ സംഭവം തന്നെ എന്ത് ചെയ്തിട്ടില്ല, അറിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു അള്ളാഹു. അപ്പം സുന്നസ്കാരത്തിൻ്റെ കുറിച്ച് ഒന്നാമത്തെ ഗുണം നമ്മൾ പരിശോധിക്കുമ്പോൾ ഫർദിലെ ന്യൂനതകൾ പരിഹരിക്കാനാണെങ്കിൽ നമുക്ക് എന്തായാലും ഏത് നിസ്കരിക്കണം, സുന്നത്ത് നിസ്കരിക്കണം. പിന്നെ സുന്നസ്കാരത്തിന് ന്യൂനത എങ്ങനെ പരിഹരിക്കും എന്നാണ് നമ്മൾ വേറെ ആലോചിക്കേണ്ടത്. പിന്നെ ഫർദിനേക്കാൾ നിസ്കരിക്കാനും ഒന്നും കൂടി ഇതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ, സുന്നസ്കാരത്തിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ ഫർദിനേക്കാളും നിസ്കരിക്കാൻ മാനസികമായി ഒന്നും കൂടി ഉന്മേഷം കിട്ടും. സുന്നത്ത് നിസ്കരിക്കുകയാണെങ്കിൽ ഫർദിനേക്കാളും നിസ്കരിക്കാൻ ഇൻട്രസ്റ്റ് വരുന്ന സംഗതിയാണ് ഇത് സുന്നത്ത്. അപ്പോൾ ഫർദിലേക്കൊരു എനർജി കിട്ടുന്ന. അപ്പോൾ ലൊഹറിൻ്റെ മുമ്പ് ഒരാൾ മെനക്കെട്ട് ലൊഹറിൻ്റെ മുമ്പ് എന്ത് ചെയ്യും, പിന്നെ 2 അല്ലെങ്കിൽ 4 റക്അത്ത് നല്ല നിസ്കരിക്കുമ്പോഴത്തേന് മനസ്സൊക്കെ നല്ല സെറ്റാവും. പിന്നെയാണ് അയാൾ എതിലേക്ക് പ്രവേശിക്കുന്നത്, ഫർദിലേക്ക് പ്രവേശിക്കും. അപ്പോൾ അതിൽ നല്ലൊരു ആത്മീയമായ എനർജി നന്നായി കിട്ടും. അപ്പോൾ ഫർദിൻ്റെ ന്യൂനത അങ്ങനെ ഫർദിൻ്റെ ന്യൂനത പരിഹരിക്കാന്ന് പറഞ്ഞാൽ ഫർദിൽ ഉണ്ടായ ന്യൂനതകൾ പരിഹരിക്കാം എന്നുള്ളതാണ്. ഫർദിലേക്ക് തന്നെ ന്യൂനത വരാതെ നമ്മളെ സംരക്ഷിക്കുക എന്നുള്ളത് ഇതിലുണ്ട്, സുന്നത്തിൽ ഉണ്ട്. അപ്പോൾ അതിന് മുമ്പുള്ള നിസ്കാരങ്ങൾ അല്ലെങ്കിൽ അതിന് ശേഷം നിസ്കാരത്തിലൊക്കെ നല്ലൊരു മാനസിക ഉണർവുണ്ടാകുന്നതുകൊണ്ട് മഹാനായ നബിയൊക്കെ അങ്ങനെ വിശദീകരണം കൊടുത്തേ കാണാം. ആ ഉണർവ് അത് ഏതിലേക്ക് കിട്ടും, ഫർദ് നിസ്കാരത്തിലേക്ക് കിട്ടും എന്നുള്ളതാണ് ഒരു സംഗതി. അപ്പോൾ സുന്നസ്കാരത്തിൻ്റെ ആവശ്യകത ഒന്ന്, നമ്മളെന്താണ് ഫർദിൻ്റെ ന്യൂനതകൾ പരിഹരിക്കുക. രണ്ടാമത്തതോ രണ്ടാമതെന്താ മുസ്തഫാക്ക് പറഞ്ഞെന്താ, അള്ളാഹുവിലേക്ക് അടുക്കാൻ. അതെ, മസാല അബദി ബിൻ നവാഫിലി യക്റുബു എന്നാണ്. സുന്നത്തുകൾ കൊണ്ടാണ് അടിമ ആരിലേക്ക് അടുക്കുക, അള്ളാഹുവിലേക്ക് അടുക്കുക. മറ്റത് അങ്ങനെ കയറി കിട്ടുള്ള സ്വർഗത്തിൽ അല്ലെങ്കിൽ ആത്മീയമായ വേറെ വളർച്ചയൊന്നും കിട്ടൂല. അപ്പൊ ഏത് മഹാന്മാരുണ്ടോ, അള്ളാഹുവിലേക്ക് അടുത്ത ഏത് മഹാന്മാരുണ്ടോ അവരൊക്കെ ഫർദ് നിസ്കാരത്തിന്റെ കൂടെ റവാത്തിബ് കൂടി പാലിച്ചിട്ടല്ലാതെ അള്ളാഹുവിലേക്ക് അടുത്ത സന്ദർഭം. പിന്നെ അത്രയും സമയം ഇൽമിലേക്ക് മുഴുകിയ ആളുകൾ ഒഴിച്ചു 2 റക്അത്ത് സുന്നത്ത് സമയം കൂടി ഏതിലേക്ക് ചെലവഴിക്കാണ്, ഇൽമിന് വേണ്ടി ചെലവഴിക്കുന്ന ചില ആളുകളുണ്ട്. ഇപ്പോൾ പണ്ട് ഒരു സ്വതന്ത്രക്ക് അങ്ങനെയായിരുന്നു. അവർ ഫുൾ ടൈം സലാം വിട്ട ഉടനെ എന്ത് ചെയ്യും, പോയിട്ട് എന്ത് ചെയ്തു, കിതാബ് എടുത്ത് നോക്കും. നിസ്കാരം കഴിഞ്ഞ ഉടനെ കിതാബിലേക്ക് പോകുന്ന അത് ഭയങ്കര. ഒരു മനുഷ്യന് ചിലപ്പോൾ അത്രയും ഫുൾ ടൈം അതിലേക്ക് സമയം കഴിക്കാനില്ല. നോർമലി നമ്മളൊക്കെ സംബന്ധിച്ചിടത്തോളം ഫർദ് നിസ്കാരത്തിൻ്റെ കൂടെ അവർ ഏത് മഹാന്മാരും അള്ളാഹുവിലേക്ക് അടുത്തതിൽ അവർ അടുത്ത വലിയ സംഗതി ഏതാണ്, റവാത്തിബ് സുന്നത്തുകളെങ്കിലും എന്ത് ചെയ്യുക, പാലിക്കാതെ നിസ്കരിക്കാതെ ഒരാൾക്ക് പരിപൂർണമായി അള്ളാഹുവിലേക്ക് അടുക്കാൻ ഒരിക്കലും എന്തല്ല സാധ്യത. അപ്പോൾ സ്വർഗത്തിൽ കണ്ട് കയറി കിട്ടും. അതിപ്പോൾ റസൂലുള്ളാഹിന്റെ മറ്റുള്ള കുറേ ഉമ്മത്തിന്റെ ബർക്കത്തുകൊണ്ടൊക്കെ കുറേ ആളുകൾ എന്ത് ചെയ്യും, കയറും. പക്ഷെ അള്ളാഹുവിലേക്കുള്ള ഒരു ആത്മീയമായ അടുപ്പത്തിന് നിർബന്ധമായും നമ്മൾ, നിർബന്ധം എന്ന് പറഞ്ഞാൽ നിർബന്ധ ബുദ്ധിയോടെ കാണുന്ന ഒരു സംഗതിയാണ് സുനിസ്കാരം. പിന്നെ മൂന്നാമത്തെ കാരണം എന്താണ്, മൂന്നാമത്തെ കാരണം സ്വർഗത്തിൽ നമ്മളെ സ്ഥാനങ്ങൾ
കൂടിക്കിട്ടണമെങ്കിൽ നമ്മളിതിൽ ഏതുണ്ടാകണം? സുന്നത്തുകൾ ഉണ്ടാകണം. പ്രത്യേകിച്ച് സുന്നത്തുകൾ ഏറ്റവും ശ്രേഷ്ഠമായ സംഗതിയാണിത്, സുന്നത്ത് നിസ്കാരങ്ങൾ. അതാണ് പറഞ്ഞത്. നമ്മളെ പ്രാർത്ഥിക്കണം ദ്വാരക്കണം ഒക്കെ എന്താ? നമ്മളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിച്ചവനെ എങ്ങനെയെങ്കിലും തട്ടിമുട്ടി അവിടെ കയറി കിട്ടിയാൽ മതി, അവിടെ നിന്ന് കഴിച്ചാൽ മതി, സ്വർഗത്തിൻ്റെ വക്കത്ത് എവിടെയും കൊണ്ടുപോയി ഇട്ടാൽ മതി, ഇങ്ങനെയൊക്കെ ദ്വാരക്കാൻ പറഞ്ഞിക്കണോ? പറഞ്ഞിട്ടില്ലല്ലോ. ചിലർ പറയുമ്പോൾ അങ്ങനെയൊക്കെ പറയാം, ഇങ്ങനെയാണ് കഴിച്ചിലായി കിട്ടിയാൽ മതി എന്നൊക്കെയാണ്. അങ്ങനെയൊന്നും പറയാൻ പാടില്ല, അങ്ങനെയൊന്നും കഴിച്ചിലായി പോരാ. റസൂലുള്ളാഹി എന്താ പറഞ്ഞത്? ജന്നാത്തുൽ ഫിർദൗസ് ചോദിക്കണമെന്ന്. അതാ ജന്നാത്തുൽ ഫിർദൗസ് പറഞ്ഞാൽ എന്താ? സ്വർഗത്തിലെ ഏറ്റവും ഉയർന്ന മധ്യത്തിലുള്ള പ്രവാചകന്മാരൊക്കെ ഇരിക്കുന്ന സ്ഥലം, അത് ചോദിക്കണം എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ അത്രയും സ്ഥാനങ്ങളുണ്ടെന്നാണ്. സ്വർഗത്തിൽ ഒരുപാട് ദർജകളുണ്ട്. അതായത് നമ്മൾ ആകാശത്ത് നക്ഷത്രങ്ങളെ കാണുന്നത് പോലെ, അവിടെ എന്തൊക്കെ ഉണ്ടെന്ന് തോന്നുന്ന പോലെ, അടിയിലുള്ള ചില സ്വർഗവാസികൾ മുകളിലുള്ള സ്ഥാനക്കാരെ അടിയിൽ നക്ഷത്രങ്ങളെ കാണുന്ന പോലെ കാണുമെന്ന ഒരു വേറെന്തോ ഒരു സ്ഥാനത്ത് അത്രയും ഡിഫറൻസ്, വ്യത്യാസങ്ങൾ സ്വർഗവാസികളുടെ സ്ഥാനത്തിൽ ഉണ്ടാവും. പിന്നെ ഓരോരുത്തർക്കും ഓരോരുത്തരുടെ സ്ഥാനം കൊണ്ട് സംതൃപ്തി ഉണ്ടാവും, വിഷമം ടെൻഷൻ ഉണ്ടാവില്ല. പക്ഷെ സ്ഥാനങ്ങൾ 100% ഉണ്ടാവും, മാറ്റമുണ്ട്. അപ്പൊ നമുക്ക് റസൂലുള്ളാഹിന്റെ അടുത്ത്, സഹാബികളുടെ അടുത്ത്, സിദ്ദീഖുള്ളാഹിന്റെ അടുത്ത്, ഉമറുള്ളാഹിന്റെ അടുത്ത് അവരൊക്കെ എടുത്ത് പോയിരിക്കാനുള്ള ഒരു സഹവസിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകണം. എന്ത് ചെയ്യണം? സുന്നത്തുകൾ നമ്മൾ എന്ത് ചെയ്യണം? കൂടുതൽ ചെയ്യണം. റസൂലുള്ളാഹിനുള്ള ഹുബ്ബിന്റെ ഭാഗം എന്താ? അല്ലേ? എന്നോട് ഹുബ്ബുണ്ടെങ്കിൽ എന്ത് ചെയ്യും? എൻ്റെ ചര്യകൾ എന്ത് ചെയ്യും? അയാൾ പിൻപറ്റുമെന്നോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബി, എനിക്ക് നിങ്ങൾ സ്വർഗത്തില് അല്ലേ, ഒരു സഹാബി റസൂലുള്ളാഹിക്ക് ഖിദ്മത്ത് ചെയ്യുമ്പോൾ റസൂൽ ചോദിച്ച്, എന്ത്? സൽ യാ റബിയ, എനിക്ക് എന്ത് വേണമെങ്കിലും ചോദിച്ചോ എന്ന് ചോദിച്ചു. എനിക്ക് എന്ത് വേണം എന്നോട് ചോദിക്കാം. ആ സഹാബി എന്ത് ചോദിച്ചു? അസ്അലുക്കൽ മുറാഫഖത ഫിൽ ജന്ന, സ്വർഗത്തിൽ നിങ്ങളോ അടുത്ത കൂട്ടുകാരനായി എനിക്ക് കൂടണം എന്ന് ചോദിച്ചപ്പോൾ റസൂൽ എന്താ പറഞ്ഞേ? അത് തരാന്നാ പറഞ്ഞേ? അല്ല, അതിന് സുജൂദ് വർദ്ധിപ്പിച്ചുകൊണ്ട്, അത് ഞാൻ ഓക്കെയാണ്, റെഡിയാണ്. പക്ഷെ അതിന് നീ എന്ത് ചെയ്യണം? സുജൂദുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് എന്നെ നീ സഹായിക്കണം. എന്നാ നേരം കൊടുന്ന് ചേരാന്നല്ല പറഞ്ഞത്. അപ്പൊ സുജൂദ് വർദ്ധിപ്പിക്കാന്ന് പറഞ്ഞാൽ എന്താ? സുന്നസ്കാരങ്ങൾ വെറുതെ ഇങ്ങനെ സുജൂദ് ചെയ്യാൻ പറ്റൂലല്ലോ. അപ്പൊ നിസ്കാരങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യണം? എന്നെ നീ സഹായിക്കണം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളുടെ കൂടെ, മഹാന്മാരുടെ കൂടെ, മശായിഖ്മാരുടെ കൂടെ ഒക്കെ സാമീപ്യം കിട്ടാൻ ഉള്ള സംഗതി എന്താണ്? സുന്നത്തുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അതാണ് നമ്മൾ നിസ്കാരത്തിന്റെ ഒരു എനർജി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ വിഷയത്തെ നമ്മൾ എടുത്തിടാനുള്ള കാരണം. അല്ലാഹു തന്നെ തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ സുന്നസ്കാരങ്ങൾ വെച്ച് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട സുന്നസ്കാരമാണ് ഏത്? റവാത്തിബ് നിസ്കാരങ്ങൾ. വളരെ പ്രധാനപ്പെട്ട റവാത്തിബ് നിസ്കാരം, നമ്മൾ ശ്രദ്ധിച്ചു വരുന്ന വളരെ പ്രധാനപ്പെട്ട റവാത്തിബ് നിസ്കാരം. അതിൽ ചില ആഡ് ചെയ്യേണ്ട ചില റവാത്തിബുകളെ കുറിച്ചാണ് നമ്മൾ ഇനി പറയുന്നത്. സാധാരണ റവാത്തിബ്, മുഅക്കദായ റവാത്തിബുകൾ നമ്മൾ പറയുന്നത് എത്രയാണ്? മുഅക്കദ് വളരെ പ്രബലമായ, ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്ത രൂപത്തിലുള്ള മുഅക്കദായ റവാത്തിബുകൾ എത്രയാണ്? ഏതാണ് പറയ്? 10 അത് ഏതൊക്കെയാണ്? സുബ്ഹിന്റെ മുമ്പ് 2, ളുഹറിന്റെ മുമ്പ് 2, ളുഹറിന്റെ ശേഷം 2, മഗ്രിബിന് ശേഷം 2, ഇശാന് ശേഷം 2. ഇങ്ങനെ ളുഹറിന്റെ മുമ്പ്, സുബ്ഹിന്റെ മുമ്പ്, ളുഹറിന്റെ മുമ്പും ശേഷവും. പിന്നെ അസറിനില്ല. അസറിന് മുഅക്കദാ റവാത്തിബ് ഇല്ലെങ്കിൽ പോലും അസറിന് മുമ്പ് സുന്നത്ത് നിസ്കരിക്കുന്ന ഒരാളുടെ പുണ്യങ്ങൾ പറഞ്ഞാൽ തന്നെ, മുഅക്കദല്ലാഞ്ഞാൽ പോലും ഉള്ള അതിന്റെ പുണ്യം മനസ്സിലാക്കിയാൽ തന്നെ മുഅക്കദിന്റെ പ്രാധാന്യം മനസ്സിലാവും. ഞാൻ പറയുന്നത് ഇൻഷാ അല്ലാഹ്. ളുഹറിന്റെ മുമ്പ്, ശേഷം, മഗ്രിബിന്റെ ശേഷം, ഇശാഇന്റെ ശേഷം, ഇതാണ് മുഅക്കദ്. ഇനി അതിന്റെ പുറമെ ഈ മുഅക്കദിൽ ഒരാൾ ഇനി കൂട്ടാണ്. ഈ മുഅക്കദ് എന്തായാലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യാൻ പാടില്ല, ഒഴിവാക്കാതെ
നമ്മളെന്ത് ചെയ്യണം, പാലിച്ചു കൊണ്ടുവേണ്ട ഒരു സംഗതി. അതെങ്കിലും നമുക്ക് എന്താ പിന്നെ ഈ ഭാഗത്തുള്ളത്? ഈ മോക്കതിൽ തന്നെ ഒരാളൊന്ന് കൂട്ടുകയാണെങ്കിൽ ഈ മോക്കത് ഇങ്ങനെ ചെയ്യണം എന്നാണ് പറഞ്ഞത്. പക്ഷെ ഈ മോക്കതായ ഇതിൻ്റെ കൂടെ തന്നെ വളരെ സഹിയായ പിന്നെ വളരെ പ്രഗത്ഭമായ ഹദീസുകളൊക്കെ വന്നത് ഈ മോക്കതിൽ 2 കൂടി കൂട്ടിയിട്ടാണ്, 12 മറ്റേ പത്രക്കാത്ത് ഇങ്ങനെ പറയും എന്നല്ലാതെ അതിൻ്റെ പുണ്യങ്ങൾ എണ്ണി പറഞ്ഞിട്ടുള്ളതും ശ്രേഷ്ഠത പറഞ്ഞിട്ടുള്ളതും പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് ഗുണങ്ങൾ പറഞ്ഞിട്ടുള്ളതും 12 അപ്പോൾ മൊക്കതൊരാൾ നിസ്കരിക്കുന്ന ആളാണെങ്കിൽ ആൾ 2 കൂടി ശ്രദ്ധിച്ചാൽ അയാൾക്ക് എന്ത് ചെയ്യും, ഈ പുണ്യം കൂടെ കിട്ടാൻ എന്തുണ്ട്, 100% സാധ്യത ഉണ്ട്. ഏതൊക്കെയാണ്? അതാണ് പറയുന്നത്, ളുഹറിന് മുമ്പ് അത് 2 ഉള്ളത് 4 എന്തായി, 12 റക്അത്ത് മുഅക്കദായ സുന്നത്തുകൾ ആയി. സാധാരണ നമ്മൾ 10 ചെയ്യാറുള്ളത്. അത് ഒരാൾ ഒന്നും കൂടി ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് എത്ര കിട്ടും, 12 കിട്ടും. 12 കിട്ടുന്നതും കൂടി അയാളെ ദറജ എന്തായി, മൊത്തത്തിൽ മാറി. മഹദിയായ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ സ്വഹീഹ് മുസ്ലിമിൽ, അബൂദാവൂദിൽ, നസായിൽ, തുർമുദിൽ ഇവരൊക്കെ ഉദ്ധരിച്ച ഹദീസിൽ കാണാം. ഇബ്നു മാജ ഉണ്ട്, ഇവരൊക്കെ ഉണ്ട് കാണാം. ഇതിലൊക്കെ ഉള്ള ഹദീസിൽ കാണാം. ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ അല്ലേ, ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ ആരാ? റസൂലുള്ളാഹിന്റെ ആരാ? ഉമ്മു ഹബീബ ആരാ? റസൂലുള്ളാഹിന്റെ ഭാര്യ. ആരാ മകളാ? അബൂ സുഫിയാന്റെ നമ്മുടെ ഉമ്മയാണ്. ഉമ്മഹാത്തിൽ മുഅ്മിനീങ്ങളിൽപ്പെട്ട ആളാണ് ആര്? ഉമ്മു ഹബീബ. അബൂ സുഫിയാന്റെ ആരാണ്? മകളാണ്. അബൂ സുഫിയാൻ എന്ന് പറയുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് നമ്മൾ എന്ത് ചെയ്യണം, പറയണം. അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിന്റെ ആരാണ്? മകളാണ്. പിന്നെ റസൂലുള്ളാഹിന്റെ ആരാണ്? അമ്മോശനാണ്. അവർ ഇസ്ലാം സ്വീകരിച്ചവരാണ്. ദീനൊരുപാട് പ്രതിബന്ധങ്ങൾ ശിക്ഷിച്ച ആളാണ് ആര്? അബൂ സുഫിയാൻ. അബൂ സുഫിയാന് വരെ അല്ലാഹു തആല ഏത് കൊടുത്തു? ഹിദായത്ത് കൊടുത്തു. അതാ പറഞ്ഞ, നമ്മളെപ്പോഴും പറയാറുണ്ട്, ജീവിതത്തിൽ മോശമായി നടന്നിട്ട് പിന്നെ നന്നായ ചരിത്രമാണ് ദീനിലെ അധികം ആളുകളുടെയും ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഉണ്ടാവുള്ളൂ. അല്ലാഹു തആല അള്ളാഹിന്റെ റഹ്മത്ത് എന്താണ്, കൂടുതലാണ്. ഉമ്മു ഹബീബ വിവാഹം കഴിക്കാനുള്ള കാരണം എന്തായിരുന്നു? ഉമ്മു ഹബീബ ബീവി വളരെ തുടക്കത്തിൽ ഇസ്ലാം സ്വീകരിച്ച ആളായിരുന്നു. അതിൻ്റെ പേര് അന്ന് റസൂലുള്ളാഹിക്കെതിരെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളാണ്. ബദർ, ഉഹദ്, എല്ലാ ജിഹാദിൻ്റെയും മക്ക ഫത്തഹിന്റെ മുമ്പുള്ള എല്ലാ യുദ്ധത്തിൻ്റെയും മാസ്റ്റർ ബ്രെയിൻ ആരാ? അബൂ സുഫിയാൻ. ആ അബൂ സുഫിയാൻ ഇല്ല, അന്ന് അവരുടെ ഏറ്റവും ഖുറൈശികൾക്കുള്ള ബുദ്ധിമാനായിട്ട് അറിയപ്പെട്ട ആളാണ് ആര്? അബൂ സുഫിയാൻ. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് നടത്തിയ സമയത്ത് വളരെ ആദ്യ സമയത്ത് സ്വകാര്യമായിട്ട് ഇസ്ലാം സ്വീകരിച്ച ആളാണ് ആര്? ഉമ്മു ഹബീബ. പിതാവ് ഇവിടെ പ്രവാചകനെതിരെ ശത്രുതയിൽ തലപ്പത്ത് നിൽക്കുമ്പോൾ മകളും ഭർത്താവും സ്വീകരിച്ചിരിക്കണം സ്വകാര്യമായിട്ട്. അപ്പൊ ആ പ്രതിസന്ധികൾ ആലോചിച്ച് നോക്കും. നേതാവിന്റെ മകളാണ് റസൂലുള്ളാഹിന്റെ കൂടെയുള്ളത്, ഭർത്താവും. അതിൽ ഭയങ്കര പ്രയാസമായി, ബുദ്ധിമുട്ട് സഹിക്കാൻ കഴിയാതായപ്പോൾ എന്ത് ചെയ്തു? ലാസ്റ്റ് അവിടുത്തെ പീഡനങ്ങൾ സഹിക്കാൻ പറ്റാതായിട്ട് ഹിജ്റ പോകാൻ വേണ്ടി സമ്മതം കൊടുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ആദ്യമായിട്ട് അബ്സീനിയയിലേക്ക് ഹിജ്റ പോയ കൂട്ടത്തിൽപ്പെട്ട ആളാണ് ആര്? ഉമ്മു ഹബീബ. ആ മക്കമ്പത്തിന്റെ റസൂലുള്ളാഹി മാപ്പ് കൊടുക്കും എന്ന് അബൂ സുഫിയാൻ സ്വീകരിക്കുമ്പോൾ മൊത്തത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ ഇനി എന്തായാലും മക്കമ്പത്തോടു കൂടി എന്താവും, എല്ലാവരെയും പിടിക്കപ്പെടും, ആർക്കും മാപ്പുണ്ടാവില്ല എന്നൊക്കെ മനസ്സിലായപ്പോൾ പിന്നെ ഒരു സമ്മർദ്ദം, ഇസ്ലാം സ്വീകരിക്കലാണ് നല്ലതെന്നുള്ളതും തോന്നുകയും ഫുള്ള് മാപ്പ് കിട്ടും എന്നതും കൊണ്ട് അബൂ സുഫിയാൻ ഇസ്ലാം സ്വീകരിച്ചു. എന്നിട്ട് അബൂ സുഫിയാന്റെ ഇസ്ലാം സ്വീകരിച്ചെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമൊന്നും അബൂ സുഫിയാൻ അത്ര ഉണ്ടായില്ല, ഉള്ളിൽ ഒരു ഇഷ്ടം വന്നിട്ടില്ല. പക്ഷേ ഹുനൈൻ യുദ്ധത്തിലുണ്ടായ സമയത്ത് പിന്നെ ശത്രുക്കളൊക്കെ ഇട്ടുവടിയ സമയത്ത് റസൂലുള്ളാഹിന്റെ ആ കുതിരന്റെ കൂടെ ഉറച്ചു നിന്ന് ആര്? അബൂ സുഫിയാൻ പിടിച്ചാൽ നിന്ന്. അപ്പൊ റസൂലുള്ളാഹിക്ക് എന്തായി? അബൂ സുഫിയാൻ ഭയങ്കര ഏതായി?
ഇഷ്ടമായി. ആ ആത്മാർത്ഥത ആര് തെളിയിച്ചു കൊടുത്ത്? അബൂ സുഫിയാൻ തെളിയിച്ചു കൊടുത്തു. കാരണം ഹുനൈന് ഭയങ്കര എന്തായിരുന്നു, പ്രയാസമല്ല. ഹുനൈൻ ഭയങ്കര വളരെ സിമ്പിളായി കണ്ട യുദ്ധമാണ്. മുസ്ലിങ്ങൾ സിമ്പിളായി കണ്ട യുദ്ധമാണ് ഇത് ഹുനൈൻ. കാരണം അത്രയും ഭൂരിപക്ഷം ആളുകളുണ്ട്. കാരണം അവിശ്വാസികൾ വരെ റസൂലുള്ളാഹിന്റെ കൂടെ എന്ത് ചെയ്ത്, നിങ്ങൾ പോകുന്നോളൂ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒനീമത്ത് തരാനായിട്ട് തോയിഫിക്ക് പോയ വയോമ ഉനൈൻ ഇത് ആഴ്ചപ്പത്തുക്കും കസറത്തുക്കും ഫലം തോയി അനക്കും ഖുറാൻ പറഞ്ഞതല്ലേ. ഉനൈൽ നിങ്ങൾക്ക് വലുപ്പത്തരം തോന്നിയപ്പോൾ ഒരു ചുക്കും ചെയ്യാൻ കൊണ്ട് എന്തില്ല, കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഉനൈലിലാണ് കുറച്ച് ആളുണ്ടെന്ന് ഇവർക്ക് തോന്നിയത്. പക്ഷേ മുന്നിൽ പോയ ആളുകളൊക്കെ എന്ത് ചെയ്യും, അവർ ഉനയിൽ നിന്ന് മുന്നിൽ നിന്ന് മുകളിൽ അമ്പിട്ടപ്പോൾ എല്ലാം കൂടി എന്ത് ചെയ്ത് റിവേഴ്സ് ഭാഗം എന്തായി, മൊത്തത്തിൽ കൺഫ്യൂഷനായി, ഒക്കെ ചിന്ന ഭിന്നായി. ആ സമയത്ത് റസൂലുള്ളാഹിന്റെ കൂടെ ഉറച്ചു നിന്ന വളരെ കുറച്ച് ആളുകൾപ്പെട്ട ഒരാളാണ് അതിൽ റസൂലുള്ളാഹിന്റെ കുതിരന്റെ കയ്യോ ഒപ്പം പിടിച്ചിട്ട് നിന്ന ആളാണ്. ഞാൻ പറഞ്ഞത് അങ്ങനെ ഉമ്മു ഹബീബ ബീവി എന്ത് ചെയ്തു, ഇവിടെ പോയി, പിന്നെ അബ്സിനിയയിൽ പോയി. അവിടെ ഒരു പ്രയാസം മനസ്സിലാക്കേണ്ടതെന്ന് അറിയോ, അബ്സിനിയയിലേക്ക് പോയ സമയത്ത് കുറച്ച് ചരിത്രം കൂടെ ആയിക്കോട്ടെ, അങ്ങനെ അങ്ങനെ പോയാൽ മതി. ഇത് മറ്റേ ഇപ്പം ഇന്നെ മുഴുവൻ പറഞ്ഞാൽ അങ്ങനെ നീങ്ങും, സുന്നത്തിസ്കരിച്ചിട്ടുണ്ടാവും, ഇടകാറാവും. കാരണം ഇത് കേട്ടാൽ പിന്നെ നിസ്കരിക്കാക്കാൻ പറ്റില്ല, അത്രയും നമുക്ക് പ്രതികളുടെ സംഗതിയാണ്. അങ്ങനെ എന്തായി, അബ്സിനിയയിലേക്ക് പോയി. അബ്സിനിയയിൽ ചെന്നിട്ട് എന്ത് ചെയ്തു, അവിടെ വലിയ പ്രയാസം തന്നെയായിരുന്നു. കാരണം കുടുംബത്തെയും എല്ലാത്തിനെയും ഇട്ട് ഭർത്താവിൻ്റെ കൂടെ ആകെ ഒരു പ്രതീക്ഷയായിരുന്ന ആദ്യ കൂട്ടത്തിൽ പോയാളാണ്. ഒരു പ്രതീക്ഷയായിരുന്ന ഭർത്താവിനെയും കൂട്ടിയിട്ട് അവരെന്ത് ചെയ്തു, അബ്സിനിയയിൽ പോയി. അവിടെ ഇങ്ങനെ കുറച്ച് പിന്നെ ബുദ്ധിമുട്ടൊന്നുമില്ല, പ്രയാസമില്ല, ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ ഭർത്താവ് വന്ന് പറയാണ്, എന്ത് ഭർത്താവ് എന്ന് പറഞ്ഞിട്ട് എന്താ പറഞ്ഞറിയോ, എനിക്ക് ഇസ്ലാമിനേക്കാൾ നല്ല മതമായി തോന്നുന്നത് ക്രിസ്തു മതമാണ്. അതുകൊണ്ട് ഞാൻ ഇന്നു മുതൽ ക്രിസ്തുമതം സ്വീകരിക്കാൻ പോകും, നീയും ക്രിസ്തുമതം സ്വീകരിക്കണം എന്ന് പറഞ്ഞു. ആലോചിച്ചോ, ഒരു പ്രതിസന്ധി ആലോചിച്ചു നിങ്ങൾ. റസൂലില്ലല്ലോ. അപ്പം അവർ പറഞ്ഞു, ഞാൻ ഒരിക്കലും എന്തില്ല, റെഡിയില്ല, കഴിയില്ല എന്നാണ്. ഇസ്ലാമാണ് എൻ്റെ അടുക്കൽ സ്വീകാര്യമായ മതം. ആ ഭർത്താവ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്ക് തമ്മിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, മുന്നോട്ട് പോകാൻ കഴിയില്ല, നമ്മൾ തമ്മിൽ എന്ത് ചെയ്യാം, ബന്ധം പിരിയും, ഞാൻ എന്നെ ഒഴിവാക്കുന്നതാണ്, അങ്ങനെ നിങ്ങൾ ഒഴിവാക്കിക്കളി എന്ന് പറയണം. അങ്ങനെ ഭർത്താവ് അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യാണ്, അവരെ ഒഴിവാക്കുകയാണ്. അങ്ങനെ വാപ്പല്ല, ഉമ്മല്ല, കുടുംബമില്ല, പ്രവാചകനില്ല, ആകെ തണലായി വന്ന ഭർത്താവ് വിദേശ നാട്ടിൽ അപ്പോഴേക്കും ആലോചിച്ചു, നമ്മൾ ഭാര്യയും ഭർത്താവും പോയാണ്ട് അവിടുന്ന് ഭർത്താവ് ഒരു വൈഫിനിട്ട് മുങ്ങിയാൽ എന്തായിരിക്കും. അവിടെ ചെന്നിട്ട് തണലായിരിക്കുന്ന ഭർത്താവ്, അതും മതം മാറി, രണ്ട് ദുഃഖം, ഒന്ന് ഒഴിവാക്കിയ ദുഃഖം, രണ്ട് ഹിദായത്ത് നഷ്ടപ്പെടുകയാണ്. മതം മാറി വേറെ മതത്തിലേക്ക് പോയി നിൽക്കുന്ന ആ മാനസികമായ പ്രയാസത്തിൽ അവരോട് നിന്നു. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു, അത് ഭയങ്കര പ്രയാസം. അപ്പൊ അവർക്ക് പിന്നെ ഒരു അഭയം കൊടുക്കുക എന്നുള്ളത് ആവശ്യമാണ്, നിങ്ങളെ ആവശ്യമാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത് അവരെ വിവാഹം കഴിക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ വിവാഹമൊക്കെ പിന്നെ കുറെ മദീനയിൽ വന്നിട്ടാണ് ഉണ്ടാകുന്നത്. അതുവരെ അവരവിടെ ഇരുന്നു, അബ്സീനിലായിരുന്നു. അവർക്ക് പിന്നെ നാട്ടിൽ അബ്സീനിൽ പോയ ചിലരൊക്കെ തിരിച്ചു വന്നിട്ട്, പക്ഷെ ഇവർ അവിടെ തന്നെ നിൽക്കുകയാണ് ചെയ്തത്, നാട്ടിലേക്ക് വരാൻ പറ്റാത്തതുകൊണ്ട്. അങ്ങനെ ആ വിവാഹത്തിനുള്ള എല്ലാ കാർമ്മികത്വവും കൊടുത്തതും റസൂലുള്ളാഹിക്ക് വേണ്ടി മഹർ കൊടുത്തതൊക്കെ ആരായിരുന്നു, നജ്ജാശി ഇമാമാണ്. ഒന്ന് ഏറ്റവും 400 പവനോ അങ്ങനെ എന്തോ കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല, വലിയ പിന്നെ മഹർ ആര് റസൂലുള്ളാഹിക്ക് വേണ്ടി ആര് കൊടുത്തു, നജ്ജാശി ഇമാമ് കൊടുത്തു. അങ്ങനെ മദീനയെത്തിയ സമയത്താണ് അവർ തിരിച്ചു വന്നത്. എന്നിട്ട് റസൂലുള്ളാഹി ഈ ഇതുണ്ടായ സമയത്ത് ഈ ഹുദൈബിയ കരാർ ലംഘിച്ചപ്പോൾ, ഹുദൈബിയ കരാർ ലംഘിച്ച സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾക്കിടയിൽ ഇനി പൊടിച്ചിക്കാൻ കഴിയില്ലാന്ന് മക്കൾക്കാർക്ക് മനസ്സിലായപ്പോൾ അവർ മസ്ലഹത്തിന് വേണ്ടിയിട്ട് ആരെ പറഞ്ഞയച്ചു, അബൂ സുഫിയാനെ മദീനയിലേക്ക് പറഞ്ഞയച്ചു. മദീനയിലേക്ക് പറഞ്ഞയച്ച സമയത്ത് ഉമ്മു ഹബീബാന്റെ വീട്ടിൽ മകളെ സോപ്പിട്ടിട്ട് വേണം ആരെ പിടിക്കാൻ, റസൂലുള്ളാഹിനെ പിടിക്കാൻ. അപ്പോൾ മകള് വീട്ടിൽ കയറി വന്നപ്പോൾ ഉമ്മു ഹബീബ ബീവിയുടെ റസൂല ഇരിക്കുന്ന ആ വിരിപ്പിൽ അബൂ സുഫിയാൻ കയറി ഇരുന്നപ്പോൾ
ഉമ്മുഹബീബ വിരിപ്പ് വലിച്ചു. അതിൽ നിങ്ങൾ ഇരിക്കേണ്ടതെന്നാണ്, നിങ്ങൾ നജസാണ്, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കണ വിരിപ്പാണ് എന്ന് പിതാവിനോട് ആര് പറഞ്ഞു? പിന്നീട് അബൂ സുഫിയാൻ ഇസ്ലാം വന്നു, അള്ളാഹു തആല ദർജയേറ്റി കൊടുക്കട്ടെ. ഉമ്മബിയാവിയത്തിലുള്ള ഒരു ഹദീസ് കാണാം. ഞാൻ പറഞ്ഞ 10 സ്കരിക്കുന്ന ആൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ് ഈ ഹദീസിലുള്ളത്. മാമിൻ അബ്ദിൻ മുസ്ലിമിൻ കുല്ല യൗമിൻ സിൻതൈ അശ്റത റകഅത്തിൻ തതവ്വൻ ഗൈറ ഫളീലത്തിൻ, ഏതൊരു അള്ളാഹുവിൻ്റെ അടിമയായ മുസ്ലിം ആകട്ടെ ഒരു ദിവസം 12 റക്അത്ത് നിസ്കരിച്ചാൽ, ഫർദല്ലാത്ത ഒരു 12 റക്അത്ത് നിസ്കരിച്ചാൽ, ഇല്ലാ ബനല്ലാഹു ലഹു ബൈത്തൻ ഫിൽ ജന്ന, അള്ളാഹു തആല അയാൾക്ക് തീർച്ചയായിട്ടും സ്വർഗത്തിൽ ഒരു ഭവനം പണിയും. ഇത് ഒരു ഹദീസിൽ മൻ ഹാഫള എന്ന് കാണാം, പതിവായി നിസ്കരിച്ചാൽ എന്ന് കാണാം. ഒരു ഹദീസിൽ കുല്ല യൗമിൻ എന്നാണ്, അല്ല കുല്ല യൗമിൻ എന്ന് പറഞ്ഞാൽ എന്നുള്ള അർത്ഥമാണ്. ഒരു ഹദീസിൽ ഫീ കുല്ലി യൗമിൻ വലൈലത്തിൻ എന്ന്, ഒരു രാത്രി പകലിൽ എന്ന് കാണാം. അപ്പോൾ ഒരു ഹദീസ് നോക്കിയാൽ നമുക്ക് എന്നും പതിവായി നിൽക്കുന്ന ആൾക്കാണ് സ്വർഗത്തിൽ ഭവനം എന്നാണ് കാണാം. എന്നാൽ സമാനമായ റിപ്പോർട്ടുകളെ പല ഹദീസുകളും ദിവസം എന്ന് മതി. ഒരു ദിവസം 12 നിസ്കരിച്ചാൽ അയാൾക്ക് എന്ത് കിട്ടും? സ്വർഗത്തിൽ ഭവനം കിട്ടും. അതാണ് സമാനമായ ഒരുപാട് ഹദീസുകളുണ്ട്. ഒരു ദിവസം 12 നിസ്കരിച്ചാൽ സ്വർഗത്തിലൊരു വീട് കിട്ടും. അല്ല, അസറിന് മുമ്പ് ഇതിൽ വരുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് 12 റക്അത്താണ്. ഏതൊക്കെ 12 ഇൻഷാ അല്ലാഹ് നമ്മൾ പറയാൻ പോകും. അല്ലാഹു തആല ഇല്ലാ ബനല്ലാഹു തആല ലഹു ബൈത്തൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ ഒരു ഭവനം പണിയും എന്നുള്ളതാണ്. എന്താ സ്വർഗത്തിൽ ഭവനം എന്ന് പറഞ്ഞാൽ അത് ഡെയിലി നിസ്കരിച്ചാൽ ഡെയിലി കിട്ടുമെന്നാണ് ചില ഹദീസുകൾ മനസ്സിലാകുന്നത്. ചിലയിടത്ത് ഹാഫളാന്നുണ്ട്. അപ്പൊ പതിവാക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാവുക എന്നുള്ളതായിരിക്കും അതിന്റെ അർത്ഥം. അപ്പൊ ആ സ്വഭാവക്കാർക്ക് എന്തുണ്ട്? സ്വർഗത്തിൽ എന്നും എന്തുണ്ടാവും? ഓരോ വീടുകൾ ഉണ്ടാവും. അതിൽ നിങ്ങൾ ബേജാറാവൊന്നും വേണ്ട. ഉമർ ഖത്താബ് ഞാൻ ചോദിച്ചില്ല, സ്വർഗത്തിലല്ലേ 10 പ്രാവശ്യം ഖുൽഹുവല്ലാഹ് സൂറത്ത് ഓതിയാൽ സ്വർഗത്തിലൊരു കൊട്ടാരം കിട്ടുമെന്നാണ്. ഉമർ ഖത്താബ് ചോദിച്ചു, അങ്ങനെയാണ് കൊട്ടാരങ്ങൾ കൊണ്ട് കൊട്ടാരാവൂല സ്വർഗത്തിൽ ചോദിച്ചു. അതിനെന്താ ഉമർ, എനിക്ക് പ്രശ്നം അല്ലാഹു തആല അക്സറുൻ, എത്രയും കൊടുക്കാൻ പറ്റണമെന്നല്ലേ എന്ന് ആരും മറുപടി പറഞ്ഞു. അതിൽ ഉമർ പുണ്ണാക്കി തല ചിന്തി പുണ്ണാക്കേണ്ട ആവശ്യമില്ല. സാധനം കിട്ടുമെന്ന് മനസ്സിലായിക്കോളി എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എൻ്റെ മാന. ഞാൻ സ്വർഗത്തിൽ ഭവനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം, 12 റക്അത്ത് നിസ്കരിക്കുന്ന ഒരാൾക്ക് സ്വർഗത്തിൽ ഭവനം എന്നാ. ഈ ഭവനം എന്ന് പറഞ്ഞ സംഗതിയല്ല. ഖദീജാബിയെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഹ് പറഞ്ഞിടത്ത് എന്താ? ഖദീജക്ക് സ്വർഗത്തിൽ ഒരു ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു. ഖദീജാബിയെ കുറിച്ച് മദ്ഹ് പറഞ്ഞിടത്ത് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞ എന്താ? ഖദീജക്ക് സ്വർഗത്തിൽ ഒരു ഭവനം ഉണ്ട്. ആ ഭവനത്തിന് കൊട്ടാരം എന്നുള്ള അർത്ഥമുണ്ട്. ഭവനം പല രീതിയിലുണ്ടാവും കേട്ടോ. വീട് പല രീതിയിലില്ലേ, ചെറുതും വലുതും അല്ലേ. കൊട്ടാരത്തിനേക്കാൾ ചിലപ്പോൾ ചില വീടൊക്കെ ഉണ്ട്. വീട് പല രീതിയിലുണ്ട്. അപ്പൊ വീട്, ഖദീജാബിയൊക്കെ സ്വർഗത്തിലൊരു വീട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്താ ഇപ്പൊ വീട് എന്ന് പറഞ്ഞാൽ ചില്ലറ സംഗതി അല്ല. എന്താ വീട്? മഹദിയായ ആസിയ ബീവി അല്ലെ, ആസിയ ബീവി ഫിറോന്റെ ക്രൂരത സഹിച്ച് മരിക്കാൻ നേരത്തെ പഠിച്ചുകൊണ്ട് തോരുന്നത് എന്താ? റബ്ബി ഇബ്നി ബൈത്തൻ ഇന്ദക ബൈത്തൻ, അങ്ങനെ ഹദീസല്ലേ അല്ലേ? റബ്ബി ഇബ്നി ലി ബൈത്തൻ ഇന്ദക ഫിൽ ജന്ന, അല്ലാഹുവേ എനിക്ക് സ്വർഗത്തിൽ എൻ്റെ അടുത്തൊരു വീടുണ്ടാക്കി തരണം എന്നാണ് മരിക്കാൻ നേരത്തെ ആര് പറഞ്ഞത്? ആസിയ ബീവി പറഞ്ഞു. എന്ത് ക്രൂരമായ അല്ലെ, ആണികൾ തറപ്പിച്ചിട്ട് ആണിന്റെ ആളാണ് ഫിറോന്ന. ആണികൾ തറപ്പിച്ചിട്ടാണ്, ആണികൾ കയ്യിലും കാലിലും തറച്ചിട്ട് കുത്തിക്കയറ്റിയിട്ടാണ് ഫിറോൻ ആളുകളെ വധിച്ചിരുന്നത്. ഈ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ ആസിയാബി അവസാന സമയത്ത് പറഞ്ഞ്, പടച്ചോനെ സ്വർഗത്തിൽ എനിക്ക് എൻ്റെ അടുത്തൊരു വീട് വേണട്ടോ എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്ത് ആസിയാബി മരണപ്പെട്ടത്. ആ സംഗതിയാണ് സ്വർഗത്തിൽ എന്നും നിങ്ങൾക്ക് ഓരോ വീട് തരാം എന്ന് ഹബീബ് പറയുമ്പോൾ ആ സുന്നത്തിന്റെ ഒരു പ്രാധാന്യത്തിന്റെ ആ സീരിയസ് ആലോചിച്ച് നോക്കൂ. ഇനി എന്താ സ്വർഗത്തിൽ വീട് കൊടുക്കണ ഓഫറുകൾ പിന്നെ എന്താ ഉള്ളത്? വേറെയൊക്കെ പറഞ്ഞിട്ടുള്ളത്, വേറൊക്കെ പറഞ്ഞൊക്കെ ഭയങ്കര റിസ്ക് സംഗതിയാണ്. എന്താ പറഞ്ഞത്?
മൻ ബനാൽ മൻ 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 ബനാലില്ലാഹി മസ്ജിദൻ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. അല്ലാഹു തആലക്ക് വേണ്ടി ഒരാൾ വീടുണ്ടാക്കിയാൽ, പള്ളി ഉണ്ടാക്കിയാൽ പടച്ചവൻ അവനക്ക് എന്ത് ചെയ്യും? സ്വർഗത്തിൽ ഒരു വീട് കൊടുക്കുന്നതാണ്. സ്വർഗം ഭയങ്കര വലുപ്പമെന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞ്? ഏറ്റവും കുറഞ്ഞ സ്വർഗവാസി കിട്ടുന്നത് ദുന്യാവിന്റെ 10 ഇരട്ടിയാണ്. അയാളെക്കാളും അയാള് കുറെ കാലം നരകത്തിൽ കിടന്നിട്ട് പിന്നെ എവിടേക്ക് വരാണ്? സ്വർഗത്തിലേക്ക് വരാണ്. കയറും ആൾ പറയും, പഠിച്ചോനെ എനിക്ക് ഇവിടെ സ്ഥലം എല്ലാവരും ഒക്കെ എടുത്തിക്കണില്ലേ എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹു തആല ചോദിക്കും, എനിക്ക് ദുന്യാവിന്റെ ഇരട്ടി കിട്ടിയാൽ മതിയാവും, അത്ര മതി ചോദിച്ചപ്പോൾ അയാളത് അത്ഭുതപ്പെട്ടു. കാരണം പ്രപഞ്ചം തന്നെ എന്താ, ഈ ഭൂമി അതിന്റെ എത്ര കുറച്ച് ഏരിയ ഉള്ളൂ, ഭൂമിയിൽ തന്നെ എത്ര ഫുള്ള് ജലല്ലേ, അതിൽ തന്നെ മരുഭൂമിയും പീഠഭൂമിയും ഒക്കെ കഴിച്ചിട്ട് മനുഷ്യൻ വസിക്കുന്ന സ്ഥലം എത്ര കുറച്ചുള്ളൂ അല്ലേ? സൂര്യനിൽ 104 ഭൂമി കൊണ്ടേക്കാണ്. ഇങ്ങനത്തെ സൂര്യനെ പോലുള്ള ഗാലക്സികൾ ആകാശത്തില്ല. അപ്പൊ പ്രപഞ്ചം എത്ര വിശാലമാണ്. ആ പ്രപഞ്ചത്തിനേക്കാൾ വലുതാണ് ദുന്യാവ്. പറഞ്ഞാൽ എന്താ? ആലം എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു അല്ലാത്തൊക്കെ മാ സിവൽ ബാരി എന്നല്ലേ, അള്ളാഹ് അല്ലാത്തൊക്കെയാണ് ഏത് ലോകം എന്ന് പറഞ്ഞാൽ. അപ്പൊ അതിന്റെ അത്ര കിട്ടിയാൽ മതി, ധാരാളം മതി. അതാ പറഞ്ഞ അത്ര തന്നിട്ടുണ്ട്, അതിന്റെ ഇരട്ടി അതിന്റെ ഇരട്ടി അതിന്റെ ഇരട്ടി അതിന്റെ ഇരട്ടി. പക്ഷേ അയാൾ മതി മതി എന്ന് പറയേണ്ടി വരും. കാരണം 10 ഇരട്ടി ഏത് കൊടുക്കള്? ദുന്യാവിന് 10 ഇരട്ടി. അപ്പോൾ സ്വർഗത്തിലെ സ്ഥലത്തിന്റെ ഒരു കമ്മിയില്ല, ദുന്യാവിന് സ്ഥലത്തിന്റെ വല്ല കമ്മിയുണ്ട്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ തന്നെ എത്ര പോലും തരാണ്ട് അല്ലേ? നമ്മളിവിടെ ഇങ്ങനെ ഈ 5 സെന്റും ഇങ്ങനെ കുടുങ്ങി കിടക്കണ നോക്കണ്ട. ഇവിടെ സ്ഥലം ഇഷ്ടം പോലെ ഉണ്ട്, ആളുകൂടെ മാറുകയാണെങ്കിൽ. ദുന്യാവിനെ നമുക്ക് ഇവിടെ വസിക്കാൻ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അതല്ല. അപ്പോ മൻ ബനാലില്ലാഹി മസ്ജിദൻ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. ഒരാൾ എന്താണ്? ഒരാൾ അള്ളാഹുവിന് വേണ്ടി ഒരു ഭവനം പണിതാൽ അള്ളാഹു തആല അയാൾക്ക് സ്വർഗത്തിൽ ഒരു വീട് പണിയും. അപ്പൊ പള്ളി ഉണ്ടാക്കുന്ന ആൾക്ക് കിട്ടുന്ന കൂലിയാണ് 12 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്ന ആൾ കൂലി. അപ്പൊ 10 റക്അത്ത് നിസ്കരിക്കുന്ന ആള് ഈ രണ്ടും കൂടെ കൂട്ടിയാൽ അവർക്ക് എന്തായി? ഈ കൂലികളൊക്കെ കിട്ടി. 10 ഏതായാലും നമ്മൾ നിസ്കരിക്കണ്ടല്ലോ. അവര് തലാട്ടില്ല, അവർക്ക് തോന്നി പരിപാടി ഇല്ലാതെ. 10 നിസ്കരിക്കുന്ന ആൾക്ക് 12 ആക്കാന്നുള്ള റിസ്കേ അല്ല. 12 ആക്കി എന്ത് ചെയ്ത് ആളെ ദർജയും ഗ്രേഡൊക്കെ മൊത്തത്തിൽ മാറി. ഏതൊക്കെയാണ് 12? ഇത് വളരെ സഹീഹ് ഹദീസാണ്. സഹീഹ് മുസ്ലിമൊക്കെ അടക്കം ഉദ്ധരിച്ച ഹദീസാണ്. ഹദീസിൽ കാണാം അർബഅൻ ഖബ്ല ളുഹ്ർ, ളുഹറിന്റെ മുമ്പ് 4, വറക്കഅത്തൈനി ബഅദഹ, ളുഹറിന് ശേഷം 2, വറക്കഅത്തൈനി ബഅദൽ മഗ്രിബ്, മഗ്രിബിന് ശേഷം 2, വറക്കഅത്തൈനി ബഅദൽ ഇശാ, ഇശാന്റെ ശേഷം 2, വറക്കഅത്തൈനി ഖബ്ല സ്വലാത്തിൽ അദാത്തി, സുബ്ഹി നിസ്കാരത്തിന്റെ മുമ്പ് 2. അപ്പൊ അതിൽ ആകെ അഡീഷനുള്ളത് ളുഹറിന്റെ മുമ്പ് 4 എന്നുള്ളത്. ഇനി ളുഹറിന്റെ മുമ്പ് 4 നിസ്കരിക്കുന്ന ആൾക്കാർക്ക് ഒരുപാട് പ്രത്യേകതകൾ വേറെ ഉണ്ട് കേട്ടോ. ഞാൻ ഇതിലേക്ക് നമുക്ക് എത്തിയിട്ടില്ല. പക്ഷെ അത് വലിയൊരു ഡിസ്കഷനായി. ഞാൻ പറഞ്ഞു നമ്മൾ കുറേശ്ശെ ഇതിലേക്ക് പോയാൽ മതി ഇൻഷാ അല്ലാഹ്. ഇന്ന് നമ്മൾ ഇവിടെ ഈ വിഷയം അവസാനിപ്പിക്കുകയാണ്. അപ്പൊ മഹദി ആയിഷ ബിയെ തൊട്ടും കാണാം, ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം, മൻ സാബറ അലാ സിൻതൈ റക്അത്തൈനി ഫിൽ യൗമി വൽ ലൈലത്തി ദഖലൽ ജന്ന. ഒരാൾ 12 റക്അത്ത് എന്നും പതിവായി നിസ്കരിക്കുകയാണെങ്കിൽ അയാൾ ഉറപ്പായിട്ട് ഇവിടെ കിടക്കും, സ്വർഗത്തിൽ കടക്കും. കാരണം അയാൾക്ക് ഹിദായത്ത് കിട്ടാനുള്ള എല്ലാ വഴികളും ആര് തുറന്നു കൊടുക്കും? പടച്ചോൻ തുറന്നു കൊടുക്കും. അയാളെ സ്വർഗത്തിൽ കടത്തും. 12 റക്അത്ത് നിസ്കരിക്കുന്ന ആള് ഒരിക്കലും എവിടെ പോവില്ല, നരകത്തിൽ പോവില്ല. അയാളെ സ്വർഗത്തിൽ അല്ലാഹു തആല കടത്തും. കടക്കാനുള്ള എല്ലാ വഴികളും അല്ലാഹു തആല അയാൾക്ക് തുറന്നു കൊടുക്കും. അവിടെയും പറയുന്നത് അർബഅൻ ഖബ്ല ളുഹ്രി എന്നാണ്, ളുഹറിന്റെ മുമ്പ് 4 എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു 12 റക്അത്ത് നിസ്കാരം ഇൻഷാ അല്ലാഹ് ഇനി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒഴിവാക്കുന്നവരാകരുത്. അപ്പൊ ഇൻഷാ അല്ലാഹ് ളുഹറിന്റെ മുമ്പുള്ള സുന്നത്ത്, ളുഹറിന്റെ മുമ്പ് നമുക്ക് പറ്റണില്ലെങ്കിൽ എന്തെങ്കിലും സാഹചര്യത്തിൽ ജമാഅത്ത് നടക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? അതൊക്കെ ശേഷം എന്ത് ചെയ്യാം? ളുഹറിന്റെ മുമ്പുള്ള നിസ്കാരം എന്ന് നിയത്ത് വെച്ചിട്ട് നിസ്കരിച്ചാൽ മതി. അപ്പൊ ളുഹറിന്റെ മുമ്പായിട്ട് എന്ത് ചെയ്യും? അത് പരിഗണിക്കും. ആ ഇമാം ജമാഅത്ത് കണ്ട് എന്ത് ചെയ്യാം? ളുഹർ നിസ്കാരം കണ്ട് ജമാഅത്ത് നമ്മൾ നേരത്തെ ചിലപ്പോൾ ജമാഅത്തിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ എന്താ ചെയ്യണ്ട? 2 ഇട്ടിട്ട് ബാക്കി 2 എന്താ മതി? ജമാഅത്തിന് ശേഷം ളുഹറിന്റെ മുമ്പുള്ള നിസ്കാരം എന്നിട്ട് നിയത്ത് വെച്ചിട്ട് നിസ്കരിച്ചാൽ മതി, പരിഗണിക്കപ്പെടും. അപ്പൊ ഇൻഷാ അല്ലാഹ് ഈ 12 റക്അത്ത് സുന്നത്ത് നിസ്കാരത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു വീണ്ടും പറയണേ, 10 റക്അത്ത് നമ്മൾ എന്തായാലും നിസ്കരിക്കണവരാണ് അധികം ആളുകളും. അത് രണ്ടും കൂടെ കൂട്ടാൻ എന്ത് ചെയ്തു? നമ്മളെ സ്ഥാനവും ദർജയൊക്കെ എന്ത് ചെയ്യും? മൊത്തത്തിൽ മാറും എന്നുള്ളതാണ്. അപ്പൊ അത് ശ്രദ്ധയിൽപ്പെടുത്താന്നാണ് ഒന്നാമത്തെ വിഷയം. പക്ഷെ അതഞ്ഞ് ബാക്കി സുന്നത്ത് നിസ്കാരങ്ങളെ കുറിച്ച് പറയാണ്ട് അത് അടുത്ത ആഴ്ച അതേപോലെ സൗകര്യം പോലെ പറയും. തൽക്കാലം അവിടെ നിർത്തുന്നു. അല്ലാഹു തആല നമ്മൾ പറഞ്ഞു കേട്ടെ, എല്ലാം സ്വലിഹ് അമലാക്കി സ്വീകരിക്കട്ടെ.
അള്ളാഹു തആല കബൂൽ ചെയ്യട്ടെ. ഇത് ചെയ്യാനും ജീവിതത്തിൽ പകർത്താനും അള്ളാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ.